Hello friends, welcome to Realme. ഹലോ ഫ്രണ്ട്സ്, ഓട്ടിസം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഓട്ടിസം കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ടീച്ചർ ഇപ്പോൾ വേറെ കുറേ സബ്ജക്റ്റും കൂടെ ടീച്ചറിൻ്റെ യൂട്യൂബ് ചാനൽ ഉൾപ്പെടുത്തുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ചാനലിന് റീച്ച് കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതൊരു ശരിക്കും ഒരു യൂട്യൂബായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ സഹകരിക്കുക. പിന്നെയെന്ന് വെച്ചാൽ ഈ ചാനൽ കൂടുതലായിട്ട് കാണുന്ന ആളുകൾക്ക് ഞാനത് പേഴ്സണലി അയക്കുന്നുണ്ട്. അല്ലാത്തവർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കൊന്നും പറയാൻ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല, എന്നാലും ഇതിപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് പോയല്ലോ, മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, അതുകൊണ്ട് ഞാൻ തുടങ്ങി വെക്കുകയാണ്. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളിവിടെ പറയുന്നത് എന്താണ്, നമുക്കൊരു ഓട്ടിസം കുട്ടി ഉണ്ടെങ്കിൽ അവൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും ഇല്ലേ? കുട്ടി അടങ്ങിയിരിക്കത്തില്ല, എന്താ പറയുക, അവന് ഭക്ഷണം കൊടുത്താൽ കഴിക്കത്തില്ല, അങ്ങനെ. പക്ഷേ ഈ കുട്ടി ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. ഒന്നാമത്തെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ അവന് ഇപ്പോൾ നമ്മളൊരാൾ നിൽക്കുവാണെങ്കിൽ, നമ്മളുടെ ഒരു കുട്ടിയാണെങ്കിൽ നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മളോട് നിൽക്കുള്ളൂ. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തൊട്ട് ക്ലോസ് ചെയ്ത് നിൽക്കില്ല. പക്ഷേ നമ്മുടെ കുട്ടിക്ക് ഒരു ഓട്ടിസം ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ തൊട്ട് ക്ലോസ് ചെയ്ത് നിൽക്കുള്ളൂ. അവനിങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യം ആ കുട്ടിക്ക് അറിയാൻ പാടില്ല. പിന്നെയെന്ന് വെച്ചാൽ രണ്ടാമത്തെന്ന് വെച്ചാൽ അവൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ആദ്യം തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഷ്യൽ ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷനുമാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ മെയിൻലി ആയിട്ട് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്നറിയില്ല. ഇപ്പോൾ ഞാനിപ്പോൾ പുതിയൊരാൾ വന്നു കഴിയുമ്പോൾ അപ്പോൾ അവനെ സംബന്ധിച്ച് ആ പുതിയ ആൾ അവന് ഭയങ്കര ഒരു സ്ട്രേഞ്ചർ. അവൻ്റേതൊരു ലോകത്തേക്ക് പുതിയതായിട്ടൊരാൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അയാളോട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക, ഏറ്റവും ഗ്രാൻഡ് ഫാദർ ആയിരിക്കാം, ഗ്രാൻഡ് മദർ ആയിരിക്കാം. ചിലപ്പോൾ കുട്ടിക്ക് ആകെ പരിചയം കുട്ടിയുടെ ഫാദറും മദറും ആ ഒരു അടുത്ത സിബ്ലിങ് മാത്രമായിരിക്കും. കുട്ടി അവരോട് മാത്രമായിരിക്കും അറ്റാച്ച് ചെയ്യാനുണ്ടാവുള്ളൂ. ചിലപ്പോൾ ക്ലാസ്സിലെ ടീച്ചറോട് അറ്റാച്ച് ചെയ്യുന്നുണ്ടാവും. പുതിയൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ അയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയൊരു ആൾക്കാർ വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ചിലപ്പോൾ അതായത് അവനപ്പോൾ ഒരു ആങ്സൈറ്റി അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ അങ്ങോട്ട് ഓടും ചാടും, ചിലപ്പോൾ വരുന്ന ആളെ ഉപദ്രവിക്കും. അവൻ്റേതായ ആ ഒരു ബിഹേവിയറിൽ നിന്ന്, അവൻ്റെ ആ ഒരു ടെൻഷനിൽ നിന്ന് അവൻ എസ്കേപ്പ് ചെയ്യാനായിട്ട് അവൻ ചിലപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണത്, അല്ലെങ്കിൽ അവനത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ചെയ്യുന്ന വേയ്സ് ആണത്. പക്ഷേ നമ്മളിത് മനസ്സിലാക്കിയാൽ നമ്മളെന്ത് ചെയ്യും, നമ്മൾ കൂടുതലും കുട്ടിക്ക് ബലം കൊടുത്തിട്ട് അവനെ ഇതിനകത്തേക്ക് കൂടുതൽ അവൻ ടെൻഷൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾക്ക് ഗസ്റ്റ് ആരെങ്കിലും വരുവാണെങ്കിൽ ഓൾറെഡി നമ്മൾ അവൻ പറഞ്ഞു വെക്കണം, മോനെ നമുക്ക് ഇങ്ങനെ ഒരു ആൻറ്റി വരും, അല്ലെങ്കിൽ മോനെ നമ്മുടെ ഒരു അങ്കിൾ വരും, അപ്പം അവനോട് നമ്മൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്നാലും പുതിയൊരാൾ വരുമ്പോൾ കുട്ടിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാവും. പക്ഷേ കുറച്ചുകൂടി അവൻ കംഫർട്ടബിൾ ആവും പുതിയൊരു സിറ്റുവേഷനിൽ അവൻ ഫേസ് ചെയ്യുമ്പോൾ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ ഹായ് നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ആകാശം നോക്കൂ എത്ര വലുതാണ്, അല്ലെങ്കിൽ ഇത് നോക്കൂ എത്ര ഭയങ്കര എന്താ പറയുക, ഇമാജിനറി കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇമാജിനറി കോൺസെപ്റ്റ് എന്ന് ഞാൻ മനസ്സിലായില്ലേ? ഇപ്പം എന്താ പറയുക, നമ്പർ നമ്മൾ 1 2 3 നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാം. പക്ഷേ അതേസമയം കുറേ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അതൊരു കോൺസെപ്റ്റാണ്. അതൊരു ഇമാജിനറി കോൺസെപ്റ്റാണ്. ഇപ്പോൾ വെള്ള പച്ച എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല പല കളേഴ്സ് ഇങ്ങനെ ഇപ്പോൾ
കടും ചുമല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. ചിലപ്പോൾ ആ കുട്ടി പറഞ്ഞത് റെഡ് എന്നാണ്. അപ്പം നമ്മൾ പറയുന്ന ആ ഇമാജിനറി വേർഡ്സ് മനസ്സിലാക്കാനായിട്ട് ഈ കുഞ്ഞിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ഫീലിങ്സ്. ഇപ്പം എനിക്ക് സങ്കടമാണ്. ഓക്കെ. പക്ഷേ ഞാൻ സങ്കടമാണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് സങ്കടമാണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മരിച്ച വീട്ടിൽ പോയി. അപ്പോൾ അത് മരിച്ച വീടാണെന്നോ അല്ലെങ്കിൽ ഇത് കല്യാണ വീട്ടിൽ പോയി ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടെന്നോ അതൊന്നും മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവ് നമ്മുടെ കുഞ്ഞിനില്ല. അവനിപ്പോൾ അവനെ സംബന്ധിച്ച് ഈ പുതിയ പുതിയ സ്ഥലത്ത് പോകുന്ന എല്ലാം അവനതൊരു ആങ്സൈറ്റിയാണ്. അവന് ടെൻഷനാണ്. നമ്മളിത് മനസ്സിലാക്കാതെ നമ്മളെന്ത് ചെയ്യും? ഓക്കെ. കാര്യം എന്താണ് എന്തുകൊണ്ട് ഇവനിപ്പോൾ ഇങ്ങനെ പെരുമാറുന്നു? ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോളുടെ സ്കൂളിൽ ചെന്നപ്പോൾ പറഞ്ഞത് ആ കുട്ടിയെ അടിക്കുന്നു. പാരന്റ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കുട്ടി ഇങ്ങനെയാണ് എന്നുള്ളത്. അടിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ തെറാപ്പിക്ക് കൊണ്ട് ചെല്ലുമ്പോൾ പറയും അവൻ്റെ ബിഹേവിയർ കൂടി ഈ കുട്ടി പഠിക്കുകയാണ്. എനിക്കിതുവരെ അങ്ങനെ ഒരു ശരിക്കും ഒരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ നമ്മൾ ആ ബിഹേവിയർ അഡാപ്റ്റ് ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മറ്റേത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്രയും സിവിയറൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കുട്ടികൾ അങ്ങനെ മറ്റൊരാളുടെ ബിഹേവിയർ കണ്ട് മനസ്സിലാക്കി അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല കുട്ടികൾക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ആ പാരൻ്റ് അങ്ങനെ പെരുമാറുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർ തെറാപ്പിക്കൊന്നും ആ കുട്ടീനെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുന്നതും പുതിയ ആളെ കാണുന്നതും എല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ മോനെ നമ്മൾ ഇന്ന സ്ഥലത്ത് പോവുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഇന്ന ആളെ കാണാൻ പോവുകയാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരമ്മ ആ മകനെ സിനിമ കാണിക്കാൻ കൊണ്ടുപോയി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ഒരു ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ കുട്ടിയുടെ സ്ട്രഗിളും കുറയും, നമ്മുടെ സ്ട്രഗിളും കുറയും. പിന്നെ എല്ലാം നമ്മൾ ലിറ്ററലി ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ലിറ്ററലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ മോനെ വെള്ളം കുടിക്കാൻ ബാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മോനെ കുട്ടീനെ വിളിച്ചിട്ട് അവൻ്റെ പേര് ഇതാണ്. അപ്പം നമ്മളെപ്പോഴും പേര് പറഞ്ഞ് വേണം കുട്ടീനെ വിളിക്കാൻ. അരുൺ വെള്ളം. ഫസ്റ്റ് അരുൺ വെള്ളം. അരുൺ ഭക്ഷണം. അരുണേ നോക്ക് ഇന്ന് ചോറ്, ചമ്മന്തി, ചപ്പാത്തി ഇങ്ങനെ പറഞ്ഞാൽ കുട്ടിക്ക് ആ കോൺസെപ്റ്റുകളെല്ലാം കിട്ടില്ല. നമ്മൾ ആദ്യം ഒരു കോൺസെപ്റ്റ് കൊടുക്കുകയുള്ളൂ. ആ കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ പല പല കോൺസെപ്റ്റിലേക്ക് വരിക. അപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുകയാണ് കുട്ടിക്ക്. അപ്പോൾ പറഞ്ഞാൽ മോനെ അരുൺ വെള്ളം. അപ്പോൾ എപ്പോഴും കുട്ടീനെ പേര് പറഞ്ഞ് വിളിക്കുക. പേര് പറഞ്ഞ് വിളിച്ചു കഴിയുമ്പോൾ അവൻ്റെ ഒരു സെൽഫ് അവെയർനെസ് കുറച്ചുകൂടി ഉണ്ടാവും. ഇതൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ അരുൺ വെള്ളം കൊടുത്തു. അരുൺ ഭക്ഷണം. ഓക്കെ. അരുൺ അമ്മ, അരുൺ അച്ഛൻ. ഓക്കെ. അങ്ങനെ നമ്മൾ കുട്ടിയുടെ പേര് പറഞ്ഞ് ഒരൊറ്റ കോൺസെപ്റ്റ് മാത്രം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോൾ അരുൺ ഭക്ഷണം എന്ന് പറയുമ്പോഴേക്കും അവനറിയാം അവൻ എവിടെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഭക്ഷണം കഴിക്കേണ്ട സ്ഥലത്ത് ആ കുട്ടി പ്രോപ്പറായിട്ട് വന്നിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ അവനൊരു റുട്ടീൻ ഉണ്ടാവും. അവന് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് അവനുണ്ടാവും. അതിൽ ഇപ്പം അവൻ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുക, മുഖം കഴുകുക, ബ്രഷ് ചെയ്യുക, ടോയ്ലറ്റിൽ പോവുക. ചിലപ്പോൾ ചില പാരൻറ്റ്സ് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പം തന്നെ അവൻ കിടക്കുന്ന ബെഡ്ഷീറ്റ് മടക്കി വെക്കുക. കിടന്നിരുന്ന പ്ലേസ് എങ്ങനെയാണോ ബെഡ്ഷീറ്റൊക്കെ നീറ്റായി വിരിച്ച് ഉപയോഗിക്കുന്ന പുതപ്പ് നല്ല മടക്കി വെക്കുക. ചെരുപ്പിടുക, പിന്നെ മുഖം കഴുകുക, പല്ല് തേക്കുക, അത് കഴിഞ്ഞ് ടോയ്ലറ്റിൽ പോവുക, വെള്ളം കുടിക്കുക, കുളിക്കുക. അങ്ങനെ എല്ലാം ചില പാരൻറ്റ്സ് ഇങ്ങനെ പ്രോപ്പർ ടൈം ടേബിളായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും. അങ്ങനെ കൊണ്ടുപോകുന്ന കുട്ടികൾക്കും പാരൻറ്റ്സിനും ഭയങ്കര ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. പക്ഷേ ഈ ടൈം ടേബിളിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ടൈം ടേബിളിൽ ചേഞ്ച് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കണം, മോനെ ഇന്ന് നമ്മൾക്ക് ഇങ്ങനൊരു ചേഞ്ച് ഉണ്ട്, അതുകൊണ്ട് ഇന്നത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു പിക്ചർ വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ ചില പാരൻറ്റ്സിനോട് ഞാൻ പറയാറുണ്ട്, കുട്ടി നോൺ വെർബലാണ്, നമ്മൾ പറയുന്ന ഒന്നും അവന് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം റിയൽ ഇമേജ് വെച്ച് കാണിച്ചു കൊടുക്കാം. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പിക്ചർ വെച്ച് കാണിച്ചു കൊടുക്കാം. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി അത് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉണ്ടാവും. പിന്നെ അടുത്ത ഒരു എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞത് സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ഏരിയ ആണ്. അടുത്ത ഏരിയ എന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് ഇഷ്യൂസാണ്.
എന്താണ് അവൻ ഫേസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്? ഓക്കെ. ആദ്യം നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അതിലൊന്ന് മോൻ്റെ പേരെന്താ? അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. മോൻ്റെ പേരെന്താ? അവൻ പറയാണ്. അപ്പോൾ അവന് ഇതാണ് തിരിച്ചു പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ റിസെപ്റ്റീവ് ലാംഗ്വേജ് എന്നും എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്നുണ്ട്. നമ്മുടെ കുട്ടിയുടെ സ്പീച്ച് ഡെവലപ്പ് ആവുന്നത് നമ്മൾ കുട്ടിയോട് സംസാരിക്കുമ്പോൾ മാത്രമാണ്. ഞാൻ ഒന്നും മിണ്ടാതിരുന്നിട്ട് കുട്ടിയോടൊന്നും സംസാരിക്കാതെ ഇരുന്നിട്ട് കുട്ടി മോനെ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഒന്നും പറയില്ല. ഞാൻ ഓട്ടിസത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, റെഗുലർ കുട്ടികളുടെ കാര്യമാണ്. ഒരിക്കലും ഇപ്പം പാരൻറ്റ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യാത്ത കുട്ടികൾക്ക് സ്പീച്ച് ഭയങ്കര കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മിങ്കിൾ ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ള ഒരു കാര്യമുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ. അപ്പോൾ അവൻ ആ ഒരു എക്സ്പ്രസീവ് ലാംഗ്വേജ് റിസെപ്റ്റീവ് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറവാണ്. അതായത് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടാണ് നമ്മളത് പുറത്തേക്ക് വരിക. ഇപ്പം അതിലൊന്ന് ഇപ്പം നമ്മളൊരു പരിചയമില്ലാത്ത ഇപ്പം നമ്മൾ ഡൽഹി പോയെന്ന് പക്ഷെ നമുക്ക് ഹിന്ദി അറിയില്ല. അപ്പോൾ ഹിന്ദി അറിയാത്ത നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുട്ടികൾ ഇപ്പം നമ്മൾ പതുക്കെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുന്ന അനുസരിച്ചാണ് നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കുക ഇല്ലേ? നഹീം മാലും എന്ന് മാത്രം അറിയാവുന്ന ഒരു ആൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അതിനകത്ത് ക്യാ ഒരു വാക്ക് കൂടി പഠിച്ചു. അപ്പം അയാൾക്കറിയാം അയാൾ പോകുന്ന അയാളുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് അയാളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ആദ്യം ഒരാഴ്ച കൊണ്ട് അയാൾക്ക് കിട്ടിയ വേർഡ്സ് അല്ല 1 മാസം അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ കിട്ടുന്നത്. അയാൾ നല്ല ചിലപ്പോൾ മിങ്കിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ല ഫ്ലുവൻ്റ് ആയിരിക്കും ഹിന്ദിയിൽ. ഓക്കെ. അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവുന്നത്. നമ്മൾ എത്രത്തോളം കുട്ടികളോട് സംസാരിക്കുന്നോ അതുപോലെയാണ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവുക. പക്ഷേ നമ്മുടെ ഓട്ടിസം കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മളതിൽ 1 വേർഡ് 2 വേർഡ് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പിക്ചർ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കുട്ടിയോട് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ഓട്ടിസം കുട്ടിയോട് നമ്മൾ ചോദിക്കുമ്പോൾ അവന് എക്കോലാലിയ എന്ന ബിഹേവിയർ ഉണ്ടെങ്കിൽ റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ ഉണ്ടെങ്കിൽ എന്താ മോനെ പേരെന്ന് ചോദിച്ചാൽ എന്താ പേര് എന്താ പേര് എന്താ പേര് അങ്ങനെയായിരിക്കും കുട്ടി പറയുക. പിന്നെ നമ്മൾ ഒരു ചില ആളുകൾ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് അവന് പറ്റില്ല. ഇപ്പം ഞാൻ പറയും പാരൻസിനോട് ഞാൻ പറയാറുണ്ട് നമ്മൾ കൂടുതലായിട്ട് എന്താ പറയുക ആ ഒരു ഇതിങ്ങനെ ബോഡി ടച്ച് ഒന്നും അങ്ങനെ ചെയ്യരുത്. കാരണം നാളെ ഇപ്പം വേറൊരാളോടും ചിലപ്പോൾ കുട്ടിക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അവൻ വേറൊരാൾ ഈ കുട്ടീനെ മിസ്യൂസ് ചെയ്താൽ അത് അവനെ മിസ്യൂസ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്നേഹത്തോടെ ഹഗ് ചെയ്യുന്നതും പുറത്തൊരാൾ സ്നേഹത്തോടെ ഹഗ് ചെയ്യുന്നതും തമ്മിൽ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഈ കുട്ടിക്ക് ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഹലോ, ഹായ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് സോഷ്യൽ ലാംഗ്വേജസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറവായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് കമൻസ് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ 2, 3 കമൻസ് ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2, 3 കമൻസ് വെച്ചാൽ മോനെ അവിടെ പോയി നീ നിൻ്റെ ബുക്ക് എടുത്തിട്ട് വന്നിട്ട് അതിവിടെ വരുന്ന കളർ ചെയ്തിട്ട് ബുക്ക് അടച്ച് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അത് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും ഈ ബേസിക് ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിഹേവിയേഴ്സ് ഓട്ടിസം കുട്ടികളിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുറച്ച് ഇതിൻ്റെ റെമഡീസ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഫോളോ ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞില്ലേ ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ യൂട്യൂബ് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും അടുത്തത് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.